ഹലോ മിസ്റ്റർ കഫീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദൃശ്യം 3 ഇറങ്ങിയിട്ടുണ്ട്. ദൃശ്യം 3 ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെറിയൊരു കൃഷിയുടെ കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് ബാക്കി റിവ്യൂ അതിനെ പറ്റി പറയാം. അതെ തന്നെ, ദൃശ്യത്തിന്റെ കാര്യം ഒരുപാട് പറയാനുണ്ട്. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതായത് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭത്തിന്റെ ഇടയിൽ വെച്ച് പറയുന്നത് നമ്മളൊരു ആഗ്രഹം. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ദൃശ്യം 3 റിവ്യൂ എങ്ങനെ ഉണ്ടായത്? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എവിടെയൊക്കെ ഒരു തൃപ്തിക്കുറവുണ്ട്. എനിക്കത് അത് തന്നെയാണ് പറയാനുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൃശ്യം 1 ഉം 2 ആയിട്ട് കമ്പയർ ഈ പടമില്ല. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ പടം നല്ലൊരു പടമാണ്, ക്വാളിറ്റി ഉള്ളൊരു പടം തന്നെയാണ്. പക്ഷെ 1 ഉം 2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര വന്നില്ല. നമ്മൾ ഈ ലൂസിഫർ കണ്ടിട്ട് എമ്പുരാൻ കണ്ടപ്പോഴത്തേക്ക് ഒരു അൺസാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എമ്പുരാൻ മോശമാണെന്ന് വെച്ചാൽ മോശമല്ല, അല്ല അങ്ങനത്തെ പറയാനേ ഉള്ളൂ. നല്ല നല്ല കാര്യങ്ങൾ, നല്ല അത്യാവശ്യം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും 1 ഉം 2 അത്ര വന്നു ചോദിച്ചാൽ ഇല്ല എന്ന് പറയണതാണ് ശരി. പിന്നെ 1 ലും 2 ടിസ്റ്റുകൾ നമ്മൾ ഞെട്ടി ഒരു ഇതായിട്ട് പോകും. പക്ഷെ അത് തന്നെ, പക്ഷെ ഇതിനകത്ത് ഡിസ്റ്റൻസ് പതുക്കെ കയറിയുള്ള ഒരു ട്വിസ്റ്റ്. അത്യാവശ്യം നല്ല ലാഗുണ്ട്. പിന്നെ വേണ്ടാത്തൊരു പരിപാടി 4th പാർട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ആവശ്യമില്ലാതെ ഒരു മാർക്കറ്റിന് വേണ്ടി ഈ നല്ലൊരു കഥേനെ ഇങ്ങനെ വലിച്ചടിക്കുന്നൊരു ഇല്ല. അതാണ് എന്റെ സെക്കൻഡ് വേഴ്സ് നിർത്തണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലും തേർഡ് വന്നു, നല്ലൊരു കാര്യം കാണിച്ചു, നല്ലൊരു കാര്യം തന്നെ. ഒരു അച്ഛൻ ഒരു മകൾക്ക് വേണ്ടി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, അത്രേ പറയാം. നമ്മൾ ജോർജ് കുട്ടിയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ജോർജ് കുട്ടിയിൽ നിന്ന്. നമ്മളിപ്പോ എന്തിനാണ് ദൃശ്യം 1 ഉം 2 ഉം കാണുമ്പോൾ ജോർജ് കുട്ടി ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചവരെ സംബന്ധിച്ച് ദൃശ്യം 3 കാണുമ്പോൾ അതെല്ലാം പോകും. വേറൊരു ടൈപ്പ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് അതിനകത്ത് നമ്മൾ 1 ലും 2 ലും കണ്ട പല ക്യാരക്ടേഴ്സിന്റെയും ക്യാരക്ടറുകൾ ശരിക്കും വരുന്നത് ഇതില്ല. നമ്മളിപ്പോ ബിഗ് ബോസിൽ നമ്മൾ പൊതുവെ കണ്ട ആൾക്കാർ ബിഗ് ബോസിൽ വരുമ്പോ ഒരു ക്യാരക്ടർ റിവീൽ ഉണ്ടല്ലോ, അവരെ ഒറിജിനൽ ക്യാരക്ടർ. അത് കണക്ക് ഒരു ഇമോഷണലി കണക്ട് ആയ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഇമോഷണലി കൂടുതൽ കണക്ട് ആയ പടമാണ് ദൃശ്യം 3. ഇതിനകത്ത് പുതിയ കാര്യം കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇല്ല, മറ്റേ ഇതുണ്ടല്ലോ മറ്റേ മീഡിയ. ശരിയാ. ബാക്കി ഏറെക്കുറെ ക്യാരക്ടേഴ്സ് എല്ലാം 1 ലും 2 ലും വന്നവരാണ്. അത് പറയാൻ പറ്റൂല. 1 ലും 2 ലും വന്നവരെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് തന്നെ. ബാക്കി കൂടുതലും ജോർജ് കുട്ടിയിലെ ഇമോഷണൽ സൈഡാണ് പടം. പിന്നെ നല്ലപോലെ ഒരു കളക്ഷൻ അടിക്കും സിനിമ. അത് ഉറപ്പായിട്ടും വരും. ഇപ്പൊ തന്നെ ബുക്ക് മൈ ഷോ വരെ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 30,000 ടിക്കറ്റ് വരെ പോകുന്നുണ്ടെന്നാണ് കേട്ടത്. ഇപ്പൊ 40,000 പ്ലസ് മേളിലായിട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ റിവ്യൂ കാണുന്നവരെല്ലാവരും സിനിമ കണ്ടിട്ടായിരിക്കും കാണാൻ വരുന്നത്. അത് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റിവ്യൂമായിട്ട് യോജിക്കുന്ന ഒരുപാട് പേർക്ക് അഭിപ്രായങ്ങൾ കാണും. കാര്യം പടം 1 ന്റെയും 2 ന്റെയും അത്രയും വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാലും മോശമില്ലാത്തൊരു പടമാണ്. ഫാമിലിക്ക് കയറി കാണാൻ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണം. ഒരു 1 ഡേ വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനിയെന്താണ്? ഇനിയിപ്പോ നമ്മളെ ബാക്കി പരിപാടികളോട് നടക്കാം.